പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഇടത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് കൂടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്രധാനപ്പെട്ട ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുക്കള. അടുക്കളയിലാണ് നമുക്ക് എല്ലാം കൊണ്ടുതരുന്നത്. സമ്പത്തും സമൃദ്ധിയും എല്ലാം കൊണ്ടുതരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ അടുക്കള. ആ അടുക്കള പരിപാവനമായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മളെ വീട്ടമ്മമാരാണ്. അതുകൊണ്ട് വീട്ടമ്മമാർ കേൾക്കാൻ വേണ്ടിയുള്ള കുറച്ച് രണ്ട് മൂന്ന് ടിപ്പുകളാണ് ഞാൻ പറഞ്ഞത്. അടുക്കള എപ്പോഴും വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ പാചകം ചെയ്യുമ്പോഴും അതും ഇതും എല്ലാം പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പൊടിപടലങ്ങളും ആ വേസ്റ്റുകളും എല്ലാം അപ്പോഴപ്പോഴും നീക്കം ചെയ്ത് കളയുക. പിന്നെ നമ്മൾ വൃത്തിയായിട്ട് അത് സൂക്ഷിക്കുക. പാത്രം ഒരു 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 പൊടി ഐറ്റങ്ങൾ നമ്മൾ എടുക്കുന്ന ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ അത് അതാത് സ്ഥാനത്ത് തന്നെ നമ്മൾ തിരികെ വെക്കുക. ഇതൊക്കെ ഒരു അടുക്കും ചിട്ടയുടെ ഒരു ലക്ഷണങ്ങളാണ്. അങ്ങനെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അടുക്കള എപ്പോഴും നീറ്റായിട്ട് തന്നെ കിടക്കും. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എല്ലാ ജോലികളും കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ സ്റ്റൗവിന്റെ മേളിൽ കുറച്ച് വെള്ളമെടുത്ത് ചൂടാക്കാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിന്റെ മേളിൽ ഒരു അടപ്പെടുത്ത് അടച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ പോവുക. രാവിലെ ഉറങ്ങി എണ്ണീറ്റിട്ട് വന്നിട്ട് നമ്മൾ നേരെ അടപ്പ് തുറന്ന് ആ വെള്ളം ഒന്ന് കണ്ടിട്ട് നമ്മൾ അന്നത്തെ ദിവസത്തെ പണി ആരംഭിച്ചു കഴിഞ്ഞാൽ അതൊരു ശുഭലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലക്ഷ്മി ദേവിയുടെ ഒരു വാഹനമാണ് മൂങ്ങയുടെ ഒരു പ്രതിമ നമ്മൾ മേടിച്ച് നമ്മൾ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ടോ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് അത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മണിപ്ലാന്റ് അതായത് തെക്ക് വടക്ക് മൂലയിൽ കൊണ്ടുവെക്കരുത്. അത് ദോഷമായിട്ട് ഭവിക്കും. അതുകൊണ്ട് നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ നമ്മൾ ഒരു മണിപ്ലാന്റ് വെച്ച് നമ്മൾ എന്നും അതിനെ പരിപാലിച്ച് കണി കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ലക്ഷണമാണ്. മറ്റുള്ളവർ വന്ന് ആ മണിപ്ലാന്റ് തൊടുകയോ പിച്ചി നോക്കുകയോ ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കണം. അത് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ദോഷമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇത്രയൊക്കെയാണ് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വെക്കുന്ന ചെറിയ ഒരു ടിപ്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ചുരുക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ.